ഇസ്രായേലിലേക്ക് ഇറാൻ്റെ കനത്ത ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇന്ന് രാവിലെയാണ് ഇസ്രായേലിലെ ബീർഷബ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ടുള്ള ബീർഷബയിലേക്ക് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കേറ്റു എന്നുള്ള ഔദ്യോഗിക വാർത്തകളാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം കൂടിയുണ്ട്. ഇറാനും ഇസ്രായേലും നേരിട്ട് വെടിനിർത്തൽ സീസ്ഫയർ ചർച്ചകളിലേക്ക് കടന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനും ഇസ്രായേലും നേരിട്ടുള്ള ഒരു ചർച്ച തുടങ്ങി എന്നുള്ളതാണ് ടെഹ്റാനിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് ഇന്നലെ ഔദ്യോഗികമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇസ്രായേൽ ഇറാനിലേക്ക് വ്യോമാക്രമണം നടത്തിയിരുന്നു. ഫർദോ ആണവ നിലയങ്ങൾ ഉൾപ്പെടെയുള്ള ടെഹ്റാൻ്റെ പ്രാന്തപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയാണ് ഇറാൻ ഇസ്രായേലിലെ ബീർഷബയിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. എന്നിരുന്നാൽ തന്നെയും ഈ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ചർച്ചകളെ ലോകം പ്രതീക്ഷയോടാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ഇന്നലെ ഗൾഫിലെ ഖത്തറിലേക്ക് US വ്യോമത്താവളങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ പറഞ്ഞിരുന്നു, ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മബന്ധമുള്ള രാജ്യമാണ് ഖത്തറിനെതിരെയല്ല ഞങ്ങളുടെ ആക്രമണങ്ങൾ US താവളങ്ങളെ ലക്ഷ്യം വെച്ചാണ് എന്നുള്ള ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പ് കൂടി ഇറാൻ പുറത്തിറക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇറാഖിലെ US സൈനിക താവളങ്ങളെ ഇറാൻ ആക്രമിച്ചിരുന്നു, സിറിയയിൽ ആക്രമിച്ചിരുന്നു. ഇതെല്ലാം തന്നെയാണെങ്കിലും US ഇതിനോട് തൽക്കാലം ഞങ്ങൾ തിരിച്ചടിക്ക് ഉണ്ടാകില്ല എന്നുള്ളൊരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. ഇറാനും ഇസ്രായേലും സമാധാനത്തിലേക്ക് നീങ്ങട്ടെ, ഇറാൻ ഞങ്ങളെ ആക്രമണം മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നുള്ളൊരു വാർത്തയും കൂടി ട്രംപ് ഇന്നലെ വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം ചേർന്നതിന് ശേഷം നടത്തിയ വാർത്താക്കുറിപ്പിൽ ട്രംപിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ ഇതിനകത്തൊക്കെ പുറത്തു വന്നിരുന്നു. ലോകം തന്നെ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ നടത്തുന്ന നേരിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ. ഒരുപക്ഷെ ഇതൊരു നിർണായകമായിട്ടുള്ള ഘട്ടമായിട്ട്, ഒരു ചരിത്ര നിമിഷമായിട്ട് മാറുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനെയും ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം രണ്ട് കൂട്ടരും യുദ്ധം കൊണ്ട് നഷ്ടം സംഭവിക്കുന്ന ആ നാട്ടിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച തികച്ചും പ്രതീക്ഷാനിർഭരമായിട്ടുള്ളൊരു ചർച്ചയായി മാറട്ടെ. രണ്ട് കൂട്ടരും വെടിനിർത്തലിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ലോകത്തെ രാഷ്ട്ര നേതാക്കൾ. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ഈ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം www.politicalnews എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.